ഇവർ വാക്ക് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇവരുടെ വിഷയം, ഇവർ പറഞ്ഞ അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇവർ പറഞ്ഞ അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. നീ യവനാഗ്രഹം ഉണ്ടെങ്കിലും അത് ആത്മമണ്ഡലത്തിൽ ഒരു നിയമമായി അങ്ങ് വീഴും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതൊരു നിയമമായി വീഴും. അങ്ങനെ കേരളത്തിൽ പലരും പ്രസംഗിച്ച് ഇട്ട നിയമങ്ങളുണ്ട്, പറഞ്ഞിട്ട നിയമങ്ങളുണ്ട്. പക്ഷെ ദൈവികമല്ലത്. ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ പറഞ്ഞ കാരണത്താൽ അത് നിയമമാകും. അങ്ങനെയുള്ളതിനെയൊക്കെ ആത്മാവിൽ നമുക്ക് പൊളിക്കണം. ദൈവികമല്ലാത്ത ഒറ്റ നിയമം നമ്മളെ ചലിക്കരുത്. ദൈവപദ്ധതിക്ക് വിരോധമായി നിൽക്കുന്ന ഒരു മാനുഷികമായ വികാരങ്ങൾക്കും ആമേൻ ആമേൻ ചർച്ചിന്റെ മേലോ ദൈവമക്കളുടെ മേലോ സഭയുടെ മേലോ അധികാരമില്ല. എനിക്കറിഞ്ഞൂടാ, ഞാൻ ഈ വാക്ക് ഇത് ഞാൻ ഈ ഒരു മാസമായിട്ട് നിരന്തരമായി പല രീതിയിലാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ ഇന്നേ വരെ ഈ കാര്യം ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. കർത്താവ് എന്നോട് പറയുന്നു, മാനുഷികമായി വെച്ച ചില നിയമങ്ങൾ യേശുവിന്റെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യുക. ഓരോ വ്യക്തിക്കും അധികാരമുണ്ട്. നിങ്ങൾ ഇച്ചുകൊണ്ട് ഗൗരവമായിട്ട് കേൾക്കാമോ? അതിനെ ഇവിടെ ഇരിക്കുന്ന കെസ്സയ്ക്ക് അതിലുണ്ട്, ഈ പൊടി മോക്ക് അധികാരമുണ്ട്, ഈ മോൻ അധികാരമുണ്ട്. ഇവരെന്തു പറഞ്ഞാലും അത് വിലക്കായി കിടക്കും. നിങ്ങൾ എന്നോടുണ്ടോ? ഇവരെന്തു പറഞ്ഞാലും അത് വിലക്കായി കിടക്കും. ആ വിലക്ക് കാരണം എത്രയോ നാളുകൾ ഭാവി വഴികൾ തുറക്കാതെ പോയ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വഴികൾ തുറക്കാനുള്ള എല്ലാ യോഗ്യതകളും നമുക്കുണ്ടെങ്കിലും വഴി തുറക്കാതെ കിടക്കുന്ന ചില ശാപങ്ങൾ കാണും. എല്ലാം ഉണ്ട്. കർത്താവ് ഞാൻ പറഞ്ഞില്ല, ഒരു കണക്റ്റഡ് ആകുമെന്ന് പറഞ്ഞില്ലേ, ഇത് കണക്റ്റഡ് ആയതാ ഞാൻ ഇപ്പം പറയുന്നത്. കർത്താവ് അങ്ങനെ ചിലതിനെ തകർക്കുകയാണ്. അങ്ങനെ ചിലത് യോഗ്യതയുണ്ടായിട്ടും അർഹതയുണ്ടായിട്ടും ലഭിക്കാൻ സാധ്യതകൾ ഉണ്ടായിട്ടും അതിനെ കിട്ടാതെ അതിനെ തടയുന്ന ചില ഇരുളിന്റെ വ്യാപാരങ്ങളെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുക. എന്റെ കൂടെ കരമടിച്ച് ശബ്ദം ഉയർത്തി യേശുവിന്റെ നാമത്തിൽ അതിനെ ഒന്ന് സ്വീകരിച്ചാട്ടെ. പ്രാപിക്കാൻ പറ്റുന്നവരെല്ലാവരും പ്രാപിച്ചോണം, സ്വീകരിക്കാൻ പറ്റുന്നവരെല്ലാം സ്വീകരിച്ചോണം. കർത്താവിനോട് പറയുന്നു, അടുത്ത ചില ദിവസങ്ങളായി അത് കാണാൻ പറ്റും, അടുത്ത ചില മണിക്കൂറിനകം അത് കാണാൻ പറ്റും, അടുത്ത ചില ആഴ്ചകൾക്കകം നിന്റെ വീടിനകത്ത് അത് തുറന്നു വരും. സകല മാനുഷികമായ നിയമങ്ങളെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുക. അന്യഭാഷകളിൽ ആത്മാവിൽ അതിനെ സ്വീകരിച്ച് കർത്താവ് എന്നോട് പറയുന്നു, യോഗ്യതകൾ ഉണ്ടായിട്ടും സാധ്യതകൾ ഉണ്ടായിട്ടും നിനക്ക് ലഭിക്കേണ്ട ചിലതിന് വാക്കു പറഞ്ഞ് തടഞ്ഞിട്ടിരിക്കുന്ന ചിലതിന് ഇന്ന് രാത്രി സഭ അതിനെ ചാടിക്കടക്കുകയാണ്. എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവിൽ ശബ്ദം ഉയർത്തി അതിനൊന്ന് സ്വീകരിച്ചാട്ടും. കർത്താവ് എന്നോട് പറയുന്നു, ഈ വെള്ളിയാഴ്ചത്തെ മീറ്റിംഗിന്റെ റിസൾട്ടുമായി ദൂതന്മാർ ചലിക്കാൻ പോകുകയാണ്. ഈ വെള്ളിയാഴ്ചത്തെ
മീറ്റിംഗിന്റെ ദൈവശക്തിയുടെ ചലനമായി അത്ഭുതങ്ങളായി ചിലത് എഴുന്നേൽക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആത്മതലം ഇവിടെ ശക്തിയായി തുറക്കട്ടെ. പ്രഭാതന പ്രഭാതന യോഗ്യതകൾ കാണും, സാഹചര്യങ്ങൾ കാണും, പണം കാണും, പഠിത്തം കാണും. പക്ഷെ ഒരു വാക്ക്, ഇങ്ങനെ വാക്ക് തടസ്സമായി കിടക്കും. പക്ഷെ അതിനു മുകളിൽ ജയിക്കാനുള്ള ഒരു അധികാരം നമ്മൾ പ്രാപിക്കണം. ആ അധികാരത്തെ നമ്മൾ സ്വീകരിക്കണം. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ മന്ത്രവാദിക്കല്ല നിങ്ങളുടെ വാക്തത്വത്തെ പൂട്ടാൻ പറ്റുന്നത്. നിങ്ങൾ എന്നോടുണ്ടോ? പൈസ കൊടുത്ത് ആഭിചാരം ചെയ്താൽ മാത്രമല്ല നിന്റെ വഴി അടയുന്നത്. നിന്റെ ചിന്തകൾ കൊണ്ട് നിനക്ക് അടയ്ക്കാൻ പറ്റും. ഞാൻ അത് കണ്ടിട്ടുണ്ട്. കർത്താവെ അത് തുറന്നായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അത് തുറന്നിട്ടില്ലേ? തുറന്നിട്ടില്ലേ? അങ്ങനെ കർത്താവെ അത് തുറക്കാൻ സാധ്യതയില്ലായിരിക്കും എനിക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് തുറക്കത്തില്ല. ഇനി എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു വളരെ അനാവശ്യമായ പ്രവചനങ്ങൾ തുറക്കുന്ന പ്രവാചകന്മാരെ കൊണ്ട് പ്രവചിക്കാതെ ഇരിക്കാൻ സഭ ശീലിക്കണം. അല്ലെങ്കിൽ അവൻ അത് പറയുമ്പോൾ അവനെ കൊണ്ട് ആത്മാവിൽ അത് അഴിക്കാൻ കഴിവില്ലാത്തവനെ കൊണ്ട് അത് പറയിപ്പിക്കരുത്. ഞാൻ ഈ പറയുന്നൊക്കെ വല്ലതും കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ചിന്താമണ്ഡലങ്ങൾ കൊണ്ട് കെട്ടാൻ പറ്റും. ദൈവത്തിന്റെ പരിജ്ഞാനത്തിനു വിരോധമായി പൊങ്ങുന്ന സങ്കല്പങ്ങൾ. എവിടെയാ അത് സ്വാധീനിച്ചത്? ദൈവത്തിന്റെ സങ്കല്പങ്ങളെയാ. ഇപ്പൊ ചിന്തകൾക്ക് ശക്തിയുണ്ടോ? പറഞ്ഞേ, പൊളിക്കണ്ടേ? ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകൾ. അത് മന്ത്രവാദിയുടെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങിയ ഉയർച്ചയല്ല, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങിയ ഉയർച്ചകൾ. അതെവിടുന്ന പൊങ്ങി വന്നേ? അത് നമ്മളിൽ നിന്നാ പൊങ്ങി വന്നേ. എന്റെ ഭാവി ഇങ്ങനെ ആയിരിക്കും, ഞാൻ ഇവിടം കൊണ്ട് തീരുക, ഞാൻ ഇവിടം കൊണ്ട് ഒതുങ്ങിയ, എന്റെ മിനിസ്ട്രി ഇത്രയേ ഉള്ളൂ, അങ്ങനെ പറഞ്ഞ് പരിമിതിയിടാതെ വിശാലമായി ചിലത് കാണുക. ഇന്ന് രാവിലെ പ്രബോധന വിശാലമായി നീ നിന്നെ കാണുക. എനിക്ക് കസിയെ കുറിച്ച് വിശാലമായി കാണാൻ പറ്റുമോ? സമയമില്ല മോളെ. പിന്നെ നീ എന്തോ ചെയ്യണം? നീ കാണണം. അല്ല, മനസ്സിലാവുന്നു ഞാൻ പറയുന്നത്? എന്തോ കർത്താവ് ഇതിനകത്ത് ഇടപെടുന്നുണ്ട് കേട്ടോ. ഈ ഇങ്ങനൊരു കർത്താവിന്റെ ഒരു പരിവർത്തനം എനിക്ക് അറിയാൻ പറ്റും. ഉണർവ് നടക്കുന്ന ചർച്ചുകളുടെ പ്രത്യേകത പറയട്ടെ, പ്രാപിക്കുവോ? ചർച്ചിനകത്ത് 500 പേരാകുമ്പോൾ അടുത്ത 1000 പേരുടെ ഇരിക്കാനുള്ള ടെന്റ് നോക്കിക്കോണം. വിശാലമായ മനസ്സുണ്ടെങ്കിൽ യേശു പറഞ്ഞില്ലേ, ആമേൻ പ്രവാചകൻ എടുത്ത് പറഞ്ഞില്ലേ, പ്രവാചകൻ പറഞ്ഞില്ലേ, ഈ പാത്രം എടുത്തോണ്ട് വരാൻ. പാത്രം ഉണ്ടോ? നിറയ്ക്കാം. പാത്രം ഇല്ലേ? അത് നിറയ്ക്കുന്ന പരിപാടി നിർത്തി.
ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ഇത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ കെട്ടരുത്. അടുത്തിരിക്കുന്ന ഒരു കരം കൊടുത്തിട്ട് പറഞ്ഞ മനസ്സുകൊണ്ട് കെട്ടരുത്. ഒന്ന് നന്നായി പറഞ്ഞ മനസ്സുകൊണ്ട് കെട്ടരുത്. ആമേ നാവ് കൊണ്ട് കെട്ടരുത് പറഞ്ഞു. ഇനിയിപ്പൊ ഞാൻ ഉദാഹരണം പറയുന്നത് എങ്ങനെ ഇപ്പൊ അത്? കുഴപ്പമില്ലല്ലോ, നല്ല ചർച്ച ആണല്ലോ, ഇത്രയും പേരുണ്ടല്ലോ, പോയി ഞാൻ വെച്ചൊരു ഉദാഹരണം പറയാം. പാട്ടുകളെല്ലാം അനുഗ്രഹമാണല്ലോ. ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ജിസനൻ എന്നെ കമ്പയർ ചെയ്യും, എന്നെ കമ്പയർ ചെയ്യും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടോ. അന്നേരം ഇച്ചിരൂടെ സ്റ്റെപ്പ് കൂടി ഞാൻ നിൽക്കുവാണേ, എന്നാ മതിയേ. ഇതല്ല, നമുക്ക് തൊടണം ദൈവത്തിന്റെ സങ്കല്പങ്ങൾ, ദൈവത്തിന്റെ സ്വപ്നങ്ങൾ, ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ, ദൈവത്തിന്റെ ആലോചനകൾ. പ്രാപിക്കാമെങ്കിൽ പ്രാപിക്കുക. കർത്താവിനോട് പ്രവചിക്കുന്നു 2022 ചിലരുടെ മേൽ ദൈവത്തിന്റെ സങ്കല്പങ്ങൾ തുറക്കുകയാണ്. കരമടിച്ച മാനുഷികമായ നിയമങ്ങളെ ഉടച്ചുകള. കർത്താവിനോട് പറയുന്നു മാനുഷികമായ നിയമങ്ങൾ ഇന്ന് രാത്രി തകരുകയാ. പ്രവാദന സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കുക. കർത്താവിനോട് പറയുന്നു അവൻ മാനുഷികമായ നിയമങ്ങൾ, മാനുഷികമായ ആലോചനകൾ, മാനുഷികമായ അതിരുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സഭ ഒരുമിച്ച് അതിനെ ബ്രേക്ക് ചെയ്യുക. എന്റെ കൂടെ എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്യുക. പൊളിയട്ടെ, തകരട്ടെ. കരമടിച്ച് അല്പസമയം വായികൾ തുറന്ന അന്യഭാഷകളിൽ നിന്റെ ഭാവിക്ക് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ ചർച്ചിന് വിരോധമായി, നിന്റെ ശുശ്രൂഷകൾക്ക് വിരോധമായി ഇന്ന് രാത്രി സഭയ്ക്ക് വേണ്ടത് സ്വാതന്ത്ര്യമല്ല വേണ്ടത്, നിറവാണ് വേണ്ടത്. സഭയ്ക്ക് വേണ്ടത് സാമ്പത്തിക സ്വാതന്ത്ര്യം, രോഗസൗഖ്യത്തിൽ സ്വാതന്ത്ര്യം അതല്ല. ഇതിനകത്തൊരു ഫ്രീഡത്തെ, ഒരു നിറവിനെ ഇന്ന് രാവിലെ സഭ പ്രാപിക്ക. കരമടിച്ച് 2 മിനിറ്റ് ശബ്ദമുയർത്തി ആ നിറവിനെ ഒന്ന് സ്വീകരിച്ച്, നിറവിനെ ഒന്ന് സ്വീകരിച്ച്. ആത്മാവിനെ കാണിക്കുന്നു. ചെറിയ ചെറിയ വരകൾ ഇന്ന് രാത്രി ദൈവാത്മ വലിച്ചു നീട്ടുകയാണ്. വിസ്താരങ്ങൾ ചില മേഖലയ്ക്കകത്ത് ചില വർധനവുകൾ ഇന്ന് രാവിലെ കർത്താവ് അയക്കുകയാണ്. 2 മിനിറ്റ് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് പ്രവാദന പ്രവാദന ഇരുന്ന് ഇതിനെ പൊളിക്കണം നമുക്ക്. എനിക്കറിഞ്ഞൂടാ, ഞാൻ ഈ ദൂത് ഇങ്ങനെ 7:45 വരെ എനിക്കറിയാം. പക്ഷെ ഇപ്പൊ എന്തോ കർത്താവ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്കറിയാൻ പറ്റും. പറഞ്ഞതടച്ച് ചിന്തിച്ചടച്ചത് എല്ലാം തുറക്കണം ഇന്ന് രാവിലെ. ശ്രദ്ധിച്ചു കേൾക്കണേ. ഇവന്റെ വായിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല. അതിന് ഉദാഹരണം ഞാൻ ബൈബിളിൽ നിന്ന് പറയാം. ഈ ദാനിയേലിന്റെ അടുത്ത് ഭയങ്കര സ്നേഹോ രാജാവിന്. പക്ഷെ രാജാവ് അറിയാതെ ഇന്നലെ രാത്രി പറഞ്ഞു, അനുസരിക്കാത്തവൻ സിംഹക്കൂട്ടി. പക്ഷെ രാജാവ് അറിഞ്ഞില്ല എന്റെ ചെറുക്കനാ സിംഹക്കൂട്ടി വീഴുന്നേന്ന് അറിഞ്ഞില്ല.
പക്ഷേ വാക്ക് രാജാവാ ജനറലാ തിരിച്ചെടുക്കാൻ പറ്റൂ? തിരിച്ചെടുക്കാൻ പറ്റിയാൽ ഒരു നിയമത്തിന് വിരോധമായ സഞ്ചരിക്കുന്നു. അപ്പോ രാജാവിന് ചെയ്യേണ്ടത് ചെറുക്കനെ സിംഹക്കൂട്ടിൽ ഇടുക എന്നൊരു ഓപ്ഷനേ ഉള്ളൂ. രാത്രി പോയി സിംഹക്കൂട്ടിന്റെ വക്കിൽ പോയി കരയുക എന്നൊരു ഓപ്ഷനേ ഉള്ളൂ. പക്ഷേ രാജാവേ, നിന്നെക്കാൾ 1-2 സ്റ്റാർ പ്രാർത്ഥിക്കുന്നവന് കൂടുതലാ. ആർക്കാ ഞാൻ പറയുന്ന മനസ്സിലാകുന്നത്? പ്രാർത്ഥിക്കുന്നവന് ചില നിയമങ്ങളെ തിരുത്താൻ പറ്റും. ഓ, പ്രാർത്ഥിക്കുന്നവന് ചിലതിനെ ചില എഴുത്തുകളെ മാറ്റാൻ പറ്റും. എന്റെ കൂടെ ആരാ ഇതിനകത്ത് സ്വീകരിക്കുന്നത്? ചില നിയമങ്ങളെ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. സഭയ്ക്ക് വിരോധമായി, ദൈവമക്കൾക്ക് വിരോധമായി, കുടുംബങ്ങൾക്ക് വിരോധമായി വെക്കുന്ന സകല നിയമങ്ങളെയും ഒരു സ്റ്റെപ്പിന് മുകളിൽ കയറി ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. പ്രാപിക്കാൻ പറ്റുന്നവർ പ്രാപിക്കുക, സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിക്കുക. ആരൊക്കെയോ കർത്താവ് തൊടുകയോ, ആരൊക്കെയോ കർത്താവ് സ്പർശിക്കുകയോ, ഏതൊക്കെയോ ചില കുടുംബങ്ങളെ കർത്താവ് തൊടുകയോ, ചിലതിനെ കർത്താവ് ഇന്ന് രാത്രി ആമേൻ പുറത്തെടുക്കുകയാണ്. ഓ, ഒരു പാസ്റ്റർ അങ്ങ് വിചാരിക്കുക, ആമേൻ, ദൈവദാസനെ നിങ്ങൾ ഇത്രയും മതി, ആമേൻ, അതിനെ പൊളിക്കണം. ഒരു പ്രവാചകൻ പറയുക, പ്രവചിച്ചു വെച്ചത്, പറഞ്ഞു വെച്ചത്, കൽപ്പിച്ചു വെച്ചത്, ചിന്തിച്ചു വെച്ചത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ബ്രേക്ക് ആവട്ടെ. നിയോഗമുള്ളവർ എന്റെ കൂടെ പ്രാർത്ഥിച്ചോണം. നിയോഗമുള്ളവർ പറഞ്ഞു വെച്ചത് പറഞ്ഞു വെച്ചത് ഇന്ന് രാവിലെ ബ്രേക്ക് ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്തോ ഒരു ഭയങ്കര ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. എന്തോ ദൈവിക ചലനങ്ങൾ ഇന്ന് രാത്രി. ചിലരങ്ങ് പറഞ്ഞു വെക്കുക, അമ്മ നേഴ്സാ, മോള് നേഴ്സായ മതി. അപ്പൻ ഗൾഫിൽ പോയി, നീയും ഗൾഫിൽ പോയാ മതി. ഇങ്ങനെ വെച്ച ചില നിയമങ്ങളെ നിന്റെ മേൽ കിടക്കുന്ന അധികാരത്തിൽ ഇന്ന് രാവിലെ അഴിക്കാൻ നിനക്ക് പറ്റും. പരിമിതികളെ ബ്രേക്ക് ചെയ്യുന്ന ഒരഭിഷേകം വ്യാപരിക്കുക. പ്രാപിച്ചതിനെ സ്വീകരിക്കുക, അതിനെ സ്വീകരിക്കുക. നിന്റെ തലമുറയുടെ മേൽ കിടക്കുന്ന പരിമിതികൾ കേരളത്തിലെ പാസ്റ്റർമാർ ഇങ്ങനെയാ, കേരളത്തിലെ പ്രവാചകന്മാർ ഇങ്ങനെയാ, കേരളത്തിലെ വർഷിപ്പ് ലീഡർ ഇങ്ങനെയാ. ഇത് ഇങ്ങനെ മതി. അല്ലല്ല, ഞാൻ സഞ്ചരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതികൾക്കകത്ത്. ആർക്കാ ഞാൻ ഈ പറയുന്ന മനസ്സിലാകുന്നത്? പരിമിതികളെ പൊളിക്കണം. ചില വീടിനകത്ത് നോക്കിയത് കാണാൻ പറ്റും, പരിമിതിയാ, കെട്ടപ്പെട്ടിരിക്കും. പക്ഷെ ചില വീടിനെ നോക്കിയാൽ മതി, അപ്പനും അമ്മയ്ക്കൊന്നും ഒരു യോഗ്യത കാണത്തില്ല, പക്ഷെ മക്കൾ കയറി പിടിക്കും. തലമുറകൾ കയറി പിടിക്കും. ചേർക്കാൻ ഞാൻ പറയുന്ന മനസ്സിലാകുന്നേ, ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ചില തലമുറകൾ ചിലതിനെ തിരുത്താൻ ദൈവശക്തി വ്യാപരിക്കുന്നു. ചില തലമുറകൾ കേറുക, ദൈവാത്മ പറയുന്നു ചിലതിനെ തിരുത്താൻ, ചിലതിനെ മുറിച്ചിടാൻ, ചിലതിനെ വെട്ടാൻ ഇവിടെ മേലൊരു ദൈവശക്തി വ്യാപരിക്കുക.
10 തലമുറയിൽ ആരും കാണാത്തത് കാണാൻ, കഴിഞ്ഞ സീസണിൽ ആരും അനുഭവിക്കാത്തത് കാണാൻ ദൈവാത്മാവ് നിന്നെ വിളിക്കുന്നു. കേറുക, ഒരധികാരം വീഴുകയാണ്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിച്ചോണം. കാണാൻ നിൽക്കരുത്. ഇന്ന് രാവിലെ ചിലത് വീഴുകയാ, ഇന്ന് രാത്രി ചിലത് വീഴുകയാ, ഒരു നിയോഗം വീഴുകയാ, ഒരു ദൈവശക്തി വീഴുകയാ. ആ മോളെന്ന് എഴുന്നേറ്റ്, അവളൊന്ന് എഴുന്നേറ്റ്. മോളെ, കർത്താവ് നിന്നെ വിളിക്കും. നീ എനിക്ക് ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു പരിമിതി നീ ബ്രേക്ക് ചെയ്യണം, ഒരു ബൗണ്ടറിയെ നീ ബ്രേക്ക് ചെയ്യണം. ചർച്ചിലെ എല്ലാവരും ഇങ്ങനെയാ. അങ്ങനെ ആകാനല്ല നിന്നെ വിളിക്കുന്നത്. പരിമിതികൾ ബ്രേക്ക് ചെയ്യണം, ഓരോ തലമുറകൾ ബ്രേക്ക് ചെയ്യണം. ഇന്ന് രാവിലെ നീ പ്രാർത്ഥിച്ചോ, നിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുക. എന്റെ വീട്ടിനകത്ത് ഞാൻ ഇത് മുറിച്ചു കയറിയ ആളാ. എന്റെ അപ്പം പാസ്റ്ററല്ല, എന്റെ അമ്മ പ്രവാചകയൊന്നും അല്ല. പക്ഷെ അഭിഷേകം നിമിത്തം ഇതിനെ മുറിച്ചു കയറിയതാ. കേറാമെങ്കിൽ കേറ്, പ്രാപിക്കാമെങ്കിൽ പ്രാപിക്ക്. ഇതിനെ പ്രാപിക്കാൻ പറ്റുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കണം ഇന്ന് രാവിലെ. പരിമിതികൾ 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 പൊളിയട്ടെ. രാവിലെ നമ്മൾ പൊളിക്കാൻ പോവുക. പാട്ടിനകത്ത് വെച്ചത്, വർഷിപ്പിനകത്ത് വെച്ചത്, പ്രസംഗത്തിനകത്ത് വെച്ചത്, പ്രവചന ശുശ്രൂഷയിൽ വെച്ചത്, എല്ലാ പരിമിതികളെയും ഈ സഭ പൊളിക്കാൻ പോകുക. ഈ സഭ അതിനെ തകർക്കാൻ പോകുക. കരമടിച്ച് 2 മിനിറ്റ് അധികാരത്തിന്റെ നിറവിൽ, അഭിഷേകത്തിന്റെ നിറവിൽ അതിനെ ഒന്ന് സ്വീകരിച്ചാട്ടെ. ഓ, കർത്താവിനടുത്ത് പറയുന്നു, ഇതിനകത്തിരിക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ മേൽ ഈ അഭിഷേകം വീഴുന്നുണ്ട്. പരിമിതി പൊളിയും, പരിമിതി പൊളിയും, പരിമിതി പൊളിയും, ബൗണ്ടറികൾ പൊളിയും, അതിരുകൾ പൊളിയും. പൊളിച്ച് 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 കയറിപ്പോ. തലമുറകളെ മേൽ കിടക്കുന്ന പരിമിതികളെ ഇന്ന് രാവിലെ പൊളിക്ക. അടുത്തിരിക്കുന്നവരെ കൈ ഒന്ന് പിടിച്ചിട്ട് പറ, എല്ലാ പരിമിതികളും നമുക്കിന്ന് പൊളിക്കണമെന്ന് പറ. കേരളത്തിൽ ഇച്ചിരി വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു കൂട്ടമായി എറണാകുളംകാര്. അത് എറണാകുളത്തിന്റെ കൾച്ചറാ. പക്ഷെ ആ കൾച്ചറിലല്ല നീ ജീവിക്കേണ്ടത്. നിന്റെ മേൽ ദൈവത്തിന്റെ ആ പദ്ധതികൾ തുറന്നു വരണം. ഞാൻ ഈ പറയുന്നത് ശരിയാണെന്നൊന്ന് ചിന്തിച്ചേ. നമ്മുടെ പാരമ്പര്യ സഭകളെടുത്ത്, നമ്മുടെ പെന്തക്കോസ്ത് സഭകളെടുത്ത്, നമ്മുടെ ആരാധനാ സഭകളെടുത്ത്, നമ്മുടെ ന്യൂ ജനറേഷൻ ചർച്ചുകളെടുത്ത്, വർഷങ്ങൾ പഴക്കമുള്ള ചർച്ചുകളെടുത്ത്, ഏതോ ഒരു ശീലത്തിന്റെ പുറയിൽ പോകുക. അതിങ്ങനെ 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 അതിനെ ബ്രേക്ക് ചെയ്യണം. ഉണർവ് അവിടെ തുറന്നു വരും, ഉണർവ് അവിടെ തുറന്നു വരും. പ്രബോധ
കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചർച്ചിൽ ചെന്നപ്പോ ആ ചർച്ചില് ആമേൻ വർഷിപ്പ് ചെയ്യാനായിട്ട് ദൈവദാസൻ എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റിരിക്കുമ്പോൾ പെട്ടെന്ന് നിയോഗത്തോടെ പാസ്റ്റർ കയറി. അതങ്ങനെ അങ്ങ് പോയി ആ സഭായോ. 2 പാട്ട് എഴുന്നേപ്പിച്ച് നിർത്തക്കം. ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ദൈവാത്മാവ് പറയുമ്പോൾ നമ്മൾ എഴുന്നേപ്പിച്ച് നിർത്തണം. ചിലപ്പോ ആദ്യം എന്താ പ്രസംഗിച്ചാ പറ്റത്തില്ലേ? അയ്യോ അല്ലാതെ തന്നെ നോക്കുന്നു. നിയോഗം ഉണ്ടെങ്കിൽ ആദ്യം വരുന്ന ചിലതിനോട് നീ പ്രവചിക്കണം. ദൈവദാസനെ അവസാനം എഴുന്നേപ്പിച്ച് നിർത്തി പ്രവചിക്കുന്നത് ആദ്യം നിനക്ക് പ്രവചിച്ചൂടെ? ആദ്യം നിനക്ക് കൈവച്ചൂടെ? നീ അവസാനം വരെ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ നിൽക്കുന്ന എന്തിനാ? ഇപ്പോൾ നിങ്ങൾക്ക് അതിനെ സ്വീകരിച്ചൂടെ? എല്ലാം നമുക്ക് ആത്മാവിന്റെ സ്വാതന്ത്ര്യങ്ങളെ സ്വീകരിക്കണം. എന്നോട് ആരും പിണക്കമില്ലെങ്കിൽ അകാരം ഉയർത്തി ആലോചന പറഞ്ഞ അധികാരം എന്ന് പറഞ്ഞ അധികാരം, അടുത്തിരിക്കുന്ന പറഞ്ഞ അധികാരം, അതിനെയാ നമ്മൾ പ്രാപിക്കുന്നത്. അധികാരങ്ങളെ സ്വീകരിക്കണം.